ഒരുപാട് കാലം കൂടി തൃപ്രയാറപ്പനെ കാണാനായിട്ട് പോയതാണ്. പക്ഷെ ഭാഗ്യമില്ല, ഭഗവാനെ തൊഴാൻ പറ്റിയില്ല. കാരണം നാലമ്പലം തൊഴാൻ വന്ന ആളുകളുടെ വലിയ ക്യൂ ആയിരുന്നു അവിടെ. റോഡ് കവിഞ്ഞിട്ടാണ് വരി നിൽക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനായിട്ട് പോലീസുകാർ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ തൊഴാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പക്ഷെ സശോകേട്ടൻ നേരെ നടപ്പന്തലിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് സ്പീഡിൽ. അപ്പം ഞാൻ വിചാരിച്ചു തൊഴാൻ പറ്റില്ല, പിന്നെ തിരിച്ചു പോവല്ലേ നല്ലത്, എന്താ എവിടേക്ക് ഈ മനുഷ്യൻ പോണേന്ന് വിചാരിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ലോണം വിശക്കുന്നുണ്ട്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാന്ന്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അവിടെ ഞങ്ങൾ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന നമ്പീഷൻസ് ഹോട്ടൽ, പക്ക ബ്രാഹ്മിൻസിൻ്റെ വെജിറ്റേറിയൻ ഹോട്ടൽ, അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് ശർക്കര മിഠായി വാങ്ങിച്ചു. പിന്നെ എൻ്റെ വീക്ക്നെസ്സാണ് സാമ്പ്രാണി, ഒരുപാട് സാമ്പ്രാണി, പിന്നെ അത് കത്തിക്കുന്നൊരു മൺപാത്രവും കൂടെ വാങ്ങിച്ചു. ഒരുപാട് കൊല്ലംകാരുടെയും കോട്ടയംകാരുടെയും ഒക്കെ പലതരത്തിലുള്ള മലയാളം കേട്ട് ഞങ്ങളങ്ങനെ ആസ്വദിച്ച് തൃപ്രയാറിന്ന് തിരിച്ചു പോന്നു. നേരെ ഞങ്ങൾ പോയത് ആവണങ്ങാട്ടേക്കാണ്. ആവണങ്ങാട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഞാൻ വന്നിട്ട് ഏകദേശം 10-11 വർഷമായി. ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വന്ന പോലെയൊന്നും അല്ല ഇപ്പം കാണുമ്പോൾ. ഒരുപാട് പുരുഷജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമായിട്ട് എനിക്ക് ആവണങ്ങാട് തോന്നിയിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ വന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം പോലെ തോന്നും. അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് ഒരു ഫോട്ടോ വാങ്ങിച്ചു വിഷ്ണുമായയുടെ. പതിവ് തെറ്റിച്ച് അവിടുത്തെ സ്വാമി എനിക്ക് വിഷ്ണുമായയുടെ വിഗ്രഹം ഇരിക്കുന്ന ആ നടയ്ക്കുള്ളിൽ കൊണ്ടുപോയി പൂജിച്ച് പൂവൊക്കെ വെച്ച് തന്നു. എനിക്ക് അത്ഭുതമായി, അങ്ങനെ ഒരു പതിവില്ല അവിടെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഞങ്ങൾ സ്വാമീനെ നന്നായി പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നപ്പോൾ ഉള്ളിൽ മഞ്ജു വാര്യരുടെ തറവാട് കാണിച്ചു തന്നു എനിക്ക്. ഇതാണ് ആ വീട്, അതിൻ്റെ അടുത്തവിടെ കുടുംബക്ഷേത്രം. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. നല്ലൊരു സ്ഥലമാണ് ഇവിടെ. കോൾപ്പാടങ്ങളും താമര വളർത്തുന്ന കണ്ടങ്ങളൊക്കെയാണ്. ഒരുപാട് പേര് വന്ന് തണലിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്, വണ്ടി പാർക്ക് ചെയ്തിട്ട്. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരുപാട് സിനിമ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ ലൊക്കേഷന് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കും കണ്ട പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് നേരെ ഞങ്ങൾ കുറുക്കഞ്ചേരിക്ക് വന്നു. കുറുക്കഞ്ചേരിയിലാണ് ഞങ്ങൾ ആദ്യം താമസിക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ കുറേ ഓർമ്മകളൊക്കെ ഞങ്ങൾ ബൈക്കിലിരുന്ന് ഇങ്ങനെ ഷെയർ ചെയ്തു. പിന്നെ എനിക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള നവ്യ ബേക്കേഴ്സ്, അവിടുത്തെ പേസ്ട്രി കഴിക്കാൻ ഒരു ദിവസം പോകണം. അങ്ങനെ വെള്ളം തയ്ച്ചപ്പോൾ ഞങ്ങളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി. ഫ്രൂട്ട്സ് വാങ്ങിയില്ല, പക്ഷേ സർബത്ത് കുടിച്ചു. നല്ല മധുരമുള്ള തണുത്ത സർബത്ത് തന്നു ആ ചേട്ടൻ. അങ്ങനെ കാശൊക്കെ കൊടുത്ത് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ഇവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ബൈക്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. താങ്ക് യു.